ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണത്തെ തുടർന്ന് രാഷ്ട്രീയ വിവാദം. ബംഗാളി കവിയും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം എഴുതിയത്. 1875 നവംബർ 7-ന് ബംഗദർശൻ എന്ന സാഹിത്യ ജേണലിലാണ് ഗാനം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇതിനു മുൻപും വന്ദേമാതരം ഗാനം ചൂടുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ദേശീയ ഗാനമായി ഉയർത്തേണ്ടത് ജനഗണമന, വന്ദേമാതരം എന്നിവയിലേത് എന്നതിനെക്കുറിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലും ഭിന്നിപ്പുണ്ടായിരുന്നു. 1950 ജനുവരി 24-ന് ഭരണഘടനാ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനഗണമനയുടെ അതേ പദവി വന്ദേമാതരത്തിനും നൽകണം എന്ന് വാദിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ നിർദ്ദേശം അംഗീകരിച്ചാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജനഗണമന സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയഗാനമായും തുല്യമായ പദവിയോടെ ദേശീയ ഗീതമായി വന്ദേമാതരവും തെരഞ്ഞെടുക്കപ്പെട്ടത്. വന്ദേമാതരത്തിലെ ചില പ്രധാന വരികൾ 1937-ൽ വെട്ടിമാറ്റിയെന്നും ഇത് ഇന്ത്യൻ വിഭജനത്തിന് വിത്തുകൾ പാകിയെന്നുമാണ് മോദി ഇപ്പോൾ പറയുന്നത്. നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ ഗീതത്തിന്റെ വളരെ ചെറിയൊരു പതിപ്പ് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നും ദുർഗാദേവിയെ സ്തുതിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയെന്നും BJP പ്രചരിപ്പിക്കുന്നു. ഇവർക്ക് അറിയാത്തതോ മറന്നതോ എന്തായാലും ടാഗോറിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1937-ൽ വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ സ്വീകരിച്ചത്. അപ്പോൾ ടാഗോർ വിഘടിത പ്രത്യയശാസ്ത്രം വളർത്തിയെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ആരോപിക്കുന്നത്. ലജ്ജാകരമായ പ്രസ്താവനയാണിത്. എന്നാൽ ആർക്കും സംശയമൊന്നും ഉണ്ടാകില്ല എന്നുറപ്പ്.